വൈകിട്ട് ഇഡലിക്കുള്ള മാവ് അരച്ച് വെച്ചിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്കും മാവ് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തു. എണ്ണ തടവിയ ഇഡലിത്തട്ടിലേക്ക് ഓരോന്നായി ഒഴിച്ചു കൊടുത്തു. ഇത് ആവിയിൽ വെച്ച് പെട്ടെന്ന് തന്നെ വേവിച്ചെടുത്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എളുപ്പത്തിലായി. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സാമ്പാർ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇതിനായി ഒരു വെജിറ്റബിൾ കിറ്റ് നമ്മൾ വാങ്ങി. അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസും അതിലുണ്ടായിരുന്നു. അതെല്ലാം കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തു. സാമ്പാറിൻ്റെ കൂട്ടെല്ലാം വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മളെ താളിച്ചൊഴിച്ചു. അങ്ങനെ നമ്മുടെ ഇഡലി സാമ്പാർ റെഡിയായി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തേക്കുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിനായി നമ്മളെ ബീഫ് ഉണ്ടായിരുന്നു. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്തു. അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ തൈര്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് ഗരം മസാല, അര സ്പൂണ് മുളക് പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. അരമണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെച്ചു. ഈ സമയം കൊണ്ട് നമ്മൾ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ക്ലീൻ ചെയ്തെടുത്തു. ബീഫ് ആയതുകൊണ്ട് കുക്കറിൽ വേവിക്കാമെന്ന് വെച്ചു. അതിനായി നമ്മളൊരു കുക്കർ അടുപ്പിൽ വെച്ചു. അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തു. പിന്നെ കഴുകി വൃത്തിയാക്കിയെടുത്ത നട്ട്സും കിസ്മിസും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് സവാള നമ്മൾ സ്ലൈസ് ചെയ്തൊന്ന് വറുത്തെടുത്ത സവാള നമ്മൾ കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മളെ വഴറ്റാനുള്ള സവോളയും ഉള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തു. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് മല്ലിയില ഇവ നന്നായിട്ടൊന്ന് ചതച്ചാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചച്ചവ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ തക്കാളി കൂടി ചേർത്ത് കൊടുത്തു. തക്കാളി നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തു. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കുക്കർ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. ബീഫ് ചേർത്തതിന് ശേഷം അതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളിതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുത്തു. ബീഫ് നന്നായിട്ട് വെന്ത് വന്നപ്പം അതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ച് ചേർത്തിരുന്നു. പച്ച തേങ്ങയാണ് നമ്മൾ അരച്ച് ചേർത്തത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പം സ്റ്റൗ ഓഫ് ചെയ്തു. ചൂടായി വന്ന ബിരിയാണി പോട്ടിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ ഒരു ലെയർ ചോറ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ പുറത്തെ മല്ലിയില, ഉള്ളി വറുത്തത്, ബീഫിൻ്റെ മസാലക്കൂട്ടും ചേർത്ത് കൊടുത്തു. അതിൻ്റെ മീതെ ഒരു ലെയർ കൂടി നമ്മൾ ചോറ് ഇട്ട് കൊടുത്തു. റോസ്റ്റ് ചെയ്ത് വെച്ച സവോള, നട്ട്സ്, കിസ്മിസ്, മല്ലിയില ഇവയെല്ലാം ഇട്ട് കൊടുത്തു. ബിരിയാണി പോട്ട് അടച്ചു വെച്ച് മുകളിൽ ആവി വന്ന് ഇലകളെല്ലാം വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ബിരിയാണി ദമ്മായി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിച്ചാലോ? അങ്ങനെ നമ്മൾ ഉച്ചയൂണ് കഴിക്കാനായി എടുത്തു. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ